ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ITI ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ITI മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡുകൾ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള കേരള PSCയുടെ നോട്ടിഫിക്കേഷനാണ് ഉടൻ വരിക. ഇക്കഴിഞ്ഞ PSCയുടെ യോഗത്തിൽ അതിനുള്ള തീരുമാനമായി കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ തവണ 1000-ലധികം ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി എക്സാം ആയതുകൊണ്ട് തന്നെ, അതായത് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ച കുട്ടികൾ, അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 50 ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ, 50 ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ. അതിൽ തന്നെ മെക്കാനിക്കൽ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾക്ക് ആ പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരിക്കൽ കൂടി ഏണസ്റ്റ് അക്കാഡമിയുടെ ആ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ മൊഡ്യൂൾ 1 മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ പൈപ്പ് ഫിറ്റിംഗ്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഈ പൈപ്പിംഗ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പൈപ്പുകൾ കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ്, അല്ലെ? നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പൈപ്പുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഈ പറയുന്ന ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു നെറ്റ്വർക്ക് വേണം, അല്ലെ? ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പൈപ്പുകൾ കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ അത്തരത്തിൽ പൈപ്പുകൾ കൊണ്ടുള്ള നെറ്റ്വർക്കിന് ഒപ്പം ഈ പൈപ്പുകൾ മാത്രം മതിയോ? ഇല്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ പൈപ്പിന്റെ ഒരു മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ഒക്കെയാണ്, അല്ലെ? സാധാരണഗതിയിൽ PVC പൈപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ GI പൈപ്പ് ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് മാക്സിമം ഒരു 6 മീറ്റർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ടാവുക. പക്ഷെ 6 മീറ്ററിനുള്ളിലാണോ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ആ ഒരു ഫ്ലൂയിഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്? അല്ല, നമുക്ക് ദൂര ഭാഗത്തേക്കൊക്കെ നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിൽ രണ്ട് പൈപ്പുകൾ കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഫിറ്റിംഗ്സുകൾ വേണം. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള രണ്ട് പൈപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഫിറ്റിംഗ്സുകൾ വേണം. അതിനെ പറയുന്ന പേരാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പൈപ്പിംഗ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഫിറ്റിംഗ്സ് മാത്രമാണോ? അല്ല. അത്തരത്തിൽ പൈപ്പുകൾ കൊണ്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാകും, അതോടൊപ്പം തന്നെ അതിനകത്ത് ഫിറ്റിംഗ്സ് വരുന്നുണ്ടാകും, വാൽവുകൾ വരുന്നുണ്ടാവും, അല്ലെ? ഇത്തരത്തിൽ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ആ ഒരു ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വാൽവ്സുകൾ ഉണ്ടാകും, അല്ലെ? വാൽവുകൾ ഉണ്ടാകും. അപ്പോൾ വാൽവുകളും ഫിറ്റിംഗ്സും ആ പൈപ്പുകളുടെ നെറ്റ്വർക്കിനെയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് പറയാം? മൊത്തമായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ മതി എന്താണ് ഈ പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പൈപ്പിംഗ് സിസ്റ്റം ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് അല്ലെങ്കിൽ ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ വാൽവ്, അല്ലെ? ഇത്തരത്തിൽ നെറ്റ്വർക്ക് ഓഫ് പൈപ്പുകളാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഫിറ്റിംഗ്സുകൾ ഉണ്ടാവും, വാൽവുകൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? ഇന്റൻഡഡ് ടു ക്യാരി ഓർ ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഫ്രം വൺ എക്യുപ്മെന്റ് ടു അനദർ, അല്ലെ? ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് നമ്മളുടെ ഫ്ലൂയിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പുകൾ കൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക്, അതോടൊപ്പം തന്നെ പൈപ്പുകൾ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മൾ പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വാൽവുകൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ഇത്തരത്തിൽ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിനകത്ത് എന്ത് വേണം? ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫോർ പ്രോപ്പർലി ഫംഗ്ഷനിങ് എ പൈപ്പിംഗ് സിസ്റ്റം, പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് ബ്രാഞ്ച് കണക്ഷൻസ് പ്ലേ എ വൈറ്റൽ റോൾ, അല്ലെ? ഇത്തരത്തിൽ പൈപ്പ് ഫിറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ, താഴെ കാണുന്ന ചിത്രത്തിൽ നമുക്കൊരു പൈപ്പിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിൽ നമ്മളൊരു ഒരു മെയിൻ ലൈനിൽ നിന്നും നമ്മൾ കണക്ഷൻ എടുക്കുന്ന ഒരു ചിത്രമാണ് ഒരു ലേഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു പൈപ്പിംഗ് ലേഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിരവധി നമ്മളുടെ പൈപ്പ് ഫിറ്റിംഗ്സ്, ഫോർ എക്സാമ്പിൾ യൂണിയനുകൾ, ഓക്കെ, അല്ലെങ്കിൽ റെഡ്യൂസറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ യൂണിയൻ, റെഡ്യൂസർ എന്നൊക്കെ പറയുന്നത് പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. മറ്റ് വാൽവുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇത്തരത്തിൽ ഗ്ലോബ് വാൽവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പൈപ്പുകളുടെ ഒരു നെറ്റ്വർക്ക് ആണ്. ആ പൈപ്പുകൾ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ പൈപ്പിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മൾ ഫിറ്റിംഗ്സ് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ആ ഒരു ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകളും നമ്മൾ ആ ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പൊ എന്താണ് പൈപ്പിംഗ് സിസ്റ്റം എന്നുള്ളൊരു ഐഡിയ കിട്ടി. അതിൽ യൂസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കമ്പോണന്റ് ആണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ പൈപ്പ് ഫിറ്റിംഗ്സ് ആർ മാനുഫാക്ചേർഡ് അല്ലെ, ഇത്തരത്തിൽ പൈപ്പുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന എന്തായിരിക്കും, സ്മോൾ ലെങ്ത് ഓഫ് 2 to 6 മീറ്റർ. സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ PVC പൈപ്പുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ 6 മീറ്റർ ലെങ്തുകളൊക്കെ നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ GI പൈപ്പുകളാണെന്നുണ്ടെങ്കിൽ 6 മീറ്റർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വളരെ 2 മീറ്റർ മുതൽ AC പൈപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 to 3 meters ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോൺ വെയർ പൈപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 അടിയൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം അല്ലെ, 2 അടിയൊക്കെ ആയിരിക്കും അതിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പൈപ്പുകൾക്ക് എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 2 പൈപ്പുകൾ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ലേ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം, ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകളുടെ സഹായം വേണം. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് കുറേ അധികം പൈപ്പ് ഫിറ്റിംഗ്സുകൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ. സോ സ്മോൾ പീസസ് ഓഫ് പൈപ്സ് ആർ ദെൻ ജോയിൻഡ് ടുഗദർ ആഫ്റ്റർ പ്ലേസിംഗ് ദം ഇൻ പൊസിഷൻ. അതായത് നമ്മുടെ പൈപ്പുകൾ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തതിനു ശേഷം, നമുക്ക് ലേ ചെയ്യുന്ന രീതിയിൽ പൊസിഷൻ ചെയ്തതിനു ശേഷം നമ്മൾ ചെറിയ ആ ഒരു പൈപ്പ് ഫിറ്റിംഗ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സ്മോൾ പീസസ് ഓഫ് പൈപ്പ് ആണ് അല്ലെ, ചെറിയ ഇത്തരത്തിലുള്ള പൈപ്പുകളുടെ പീസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിറ്റിംഗ്സ് എന്ന് പറയുന്നുണ്ടാവുക. ഇത്തരത്തിൽ ആ 2 പൈപ്പുകൾ തമ്മിൽ, ഇത് ഒന്നാമത്തെ പൈപ്പ് എന്ന് കൺസിഡർ ചെയ്യുക, ഇത് രണ്ടാമത്തെ പൈപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒന്നും രണ്ടും പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ പൈപ്പ് ഫിറ്റിംഗ്സുകൾ പൊതുവെ യൂസ് ചെയ്യാറ്. ഓക്കെ, സ്മോൾ പീസ് ഓഫ് പൈപ്സ് ആർ ദെൻ ജോയിന്റ് അല്ലെ, ഇത്തരത്തിൽ 1, 2 എന്ന് പറയുന്ന 2 ചെറിയ പീസുകൾ അല്ലെ, 2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൈപ്പുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ട് എന്താണ് കണ്ടിന്യൂസ് ലെങ്ത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. Okay, small pieces of pipes are then joined together after placing them in position to make one continuous length of the pipeline. അല്ലെ, കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു പൈപ്പ് ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ പൈപ്പ് ഫിറ്റിംഗ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അതിന് ഒന്നാമത് നോക്കി, ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ ദ പൈപ്പ് അല്ലെ, ഇത്തരത്തിൽ പൈപ്പിൽ വരുന്ന ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡോ വാട്ടറോ വാട്ടർ ഇറ്റ് ഈസ് എന്തായാലും കൺസിഡർ ചെയ്യാം, ആ പൈപ്പിനുള്ളിലൂടെ വരുന്ന ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെ. ഇവിടെ നോക്കി ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. സോ ഇവിടെ എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എൽബോ ബെൻഡ് ഒക്കെ നമ്മളെ ഇത്തരത്തിൽ നമ്മളെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കണക്ട് എ ബ്രാഞ്ച് വിത്ത് മെയിൻ വാട്ടർ സപ്ലൈ പൈപ്പ് അല്ലെ, ഇത്തരത്തിൽ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇത് മെയിൻ വാട്ടർ പൈപ്പ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ബ്രാഞ്ച് കണക്ഷൻ ചെയ്യാൻ വേണ്ടി അല്ലെ, ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാറുണ്ട്. സോ കണക്ട് എ ബ്രാഞ്ച് വിത്ത് മെയിൻ വാട്ടർ സപ്ലൈ പൈപ്പ് അല്ലെ, മെയിൻ വാട്ടർ സപ്ലൈ പൈപ്പിൽ നിന്നും ബ്രാഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള എന്താണ് പൈപ്പ് ഫിറ്റിങ്ങുകളാണ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ തൽക്കാലം ഓർത്തിരിക്കണം ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് അല്ലെ, ആ ഒരു പൈപ്പ് ഫിറ്റിംഗ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന്, ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ ദ പൈപ്പ് അല്ലെ, ഈ പൈപ്പിലൂടെ വരുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈപ്പിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഒന്ന് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. 2, കണക്ട് എ ബ്രാഞ്ച് വിത്ത് മെയിൻ വാട്ടർ സപ്ലൈ അല്ലെ, ഇത്തരത്തിൽ മെയിൻ വാട്ടർ സപ്ലൈയിൽ നിന്നും എന്താണ് ബ്രാഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകളാണ്. സോ പൈപ്പ് ഫിറ്റിംഗ്സിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത ഫംഗ്ഷൻ നോക്കാം. കണക്ട് 2 or more പൈപ്സ് ഓഫ് ഡിഫറെന്റ് സൈസ് അല്ലെ, ഇത്തരത്തിൽ പല സൈസുകളിലുള്ള, ഫോർ എക്സാമ്പിൾ 1/2 ഇഞ്ചിന്റെ പൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ 1/4 ഇഞ്ചിന്റെ അല്ലെ, 1/4 ഇഞ്ചിന്റെ പൈപ്പുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പല 1.5 ഇഞ്ചിന്റെ പൈപ്പ്, 2 ഇഞ്ചിന്റെ പൈപ്പ് വരെയൊക്കെ നമ്മൾ സാധാരണ PVC കാണാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ നമുക്ക് എന്താണ്, ഇത്തരത്തിൽ പല അളവുകളുള്ള പൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ പറയുന്ന പല അളവുകളുള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. ഫോർ എക്സാമ്പിൾ റെഡ്യൂസറുകൾ അല്ലെ, ഇത്തരത്തിലുള്ള റെഡ്യൂസറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയ ഡയമീറ്ററിൽ നിന്ന് വരുന്ന പൈപ്പിനെ നമുക്ക് എന്താണ് ചെറിയ ഡയമീറ്ററിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെഡ്യൂസറുകൾ എന്ന് പറയുന്നത്. സോ കണക്ട് 2 or more പൈപ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് കണക്ട് 2 or more പൈപ്സ് ഓഫ് ഡിഫറെന്റ് സൈസ് അല്ലെ, ഇത്തരത്തിൽ ഡിഫറെന്റ് സൈസിൽ നമുക്ക് കിട്ടുന്ന പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. സോ നോക്കി, അടുത്തായിട്ടുള്ളതാണ് നമ്മുടെ ക്ലോസ് ദ പൈപ്പ് എൻഡ് അല്ലെ. നമുക്കറിയാം ഇത്തരത്തിൽ പൈപ്പ് എൻഡ് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ എൻഡ് ഗ്യാപ്പ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിൽ ആ ഒരു പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യാനും നമ്മൾ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് കണ്ടത് എന്താണ്, ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആണെന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ മെയിൻ വാട്ടർ കണക്ഷനിൽ നിന്നും ബ്രാഞ്ചസ് എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് പൈപ്പ് ഫിറ്റിംഗ്സുകളാണ്. അതുപോലെ 2 ഡിഫറെന്റ് സൈസിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയമീറ്ററുകളിലുള്ള
പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ ഒരു പൈപ്പിന്റെ എൻഡിൽ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് ക്യാപ്പിന്റെ സഹായത്തോടു, ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ക്യാപ്പാണ്. അപ്പൊ ക്യാപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൈപ്പിംഗ് സിസ്റ്റം? പൈപ്പിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ പൈപ്പ് ഫിറ്റിംഗ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ വളരെയധികം പൈപ്പ് ഫിറ്റിംഗ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രമേ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഒന്നാമത് എൽബോസ് നമുക്ക് അവൈലബിൾ ആണ്. ടി എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ്സ്, റെഡ്യൂസർ, യൂണിയൻ, ക്യാപ്പ് ആൻഡ് പ്ലഗ്, ദെൻ കപ്ലിംഗ്സ് ആൻഡ് സോക്കറ്റ്. ഏഴാമതായിട്ട് നിപ്പിൾസ് അവൈലബിൾ ആണ്. ഫെറൂൾ, അതുപോലെ തന്നെ ബെൻഡ്, ബുഷിങ്സ്, ഓഫ്സെറ്റ്, ബാർബ്, അങ്ങനെ നിരവധി വേരിയസ് പൈപ്പ് ഫിറ്റിംഗ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ അതിൽ ഇവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഫിറ്റിംഗ്സുകൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പൈപ്പിംഗ് എൽബോസുകളാണ് അല്ലെ, പൈപ്പിംഗ് എൽബോസ്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കി. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് വൈസ് ഉണ്ട്. പൈപ്പ് വൈസിനകത്ത് നമ്മളൊരു പൈപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് എൽബോ എന്ന് പറയുന്നത്. നമ്മളെ ഈ ഒരു പൈപ്പിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് എൽബോ. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കി. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ എൽബോ എന്ന് പറയുന്നത്. ആ ഒരു പാർട്ടാണ് എൽബോ. അപ്പോൾ എൽബോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? സോ ഇത്തരത്തിൽ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ വരുന്ന ഫ്ലൂയിഡിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു. ഫംഗ്ഷൻ ഓഫ് ഫിറ്റിംഗ്സിനകത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ എൽബോയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൈപ്പ് ലൈന് ഡീവിയേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ. ഒരു വേണ്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ എൽബോ പ്രൊവൈഡ് ഡീവിയേഷൻസ് ഇൻ പൈപ്പ് ലൈൻസ് അല്ലെ. ഇത്തരത്തിൽ പൈപ്പ് ലൈനുകളിൽ ആ ഒരു പൈപ്പിന് ഡീവിയേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എൽബോ എന്ന് പറയുന്നത്. So installed between two length of pipe or tubing to allow change of direction 90 degree, 45 degree and 180 degree. ഇത്തരത്തിൽ 90 ഡിഗ്രി ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ 45 ഡിഗ്രി ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ 180 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു അല്ലെ. ഇത്തരത്തിൽ 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി ഒക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. വെൻ ഇറ്റ്സ് ടു എൻഡ് ഡിഫർ ഇൻ സൈസ് അല്ലെ. ഇത്തരത്തിൽ രണ്ട് എൻഡുകൾ, ഇതാണ് ഒന്നാമത്തെ എൻഡ്, ഇതാണ് ഒന്നാമത്തെ എൻഡ്, ഇത് രണ്ടാമത്തെ എൻഡ്. അപ്പോൾ അത്തരത്തിൽ രണ്ട് എൻഡുകളും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെഡ്യൂസിങ് എൽബോയും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ റെഡ്യൂസിങ് എൽബോ, ഇത് വലിയ ഡയമീറ്റർ, ഇത് ചെറിയ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് എൽബോയും നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൽബോ എന്ന് പറയുന്ന ആ ഒരു പൈപ്പ് ഫിറ്റിംഗ്സിന്റെ ബേസിക് ആണ് നമ്മൾ കണ്ടത്. എൽബോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീവിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി ഒക്കെ നമുക്ക് ചരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ 90 ഡിഗ്രി എൽബോ എന്ന് പറയുന്നത്. 90 ഡിഗ്രി അല്ലെ. ഇത്തരത്തിൽ 90 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് 45 ഡിഗ്രി എൽബോ അല്ലെ. 45 ഡിഗ്രി എൽബോ, അതുപോലെ തന്നെ 180 ഡിഗ്രി എൽബോ അല്ലെ. 180 ഡിഗ്രി എൽബോ, അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയാറുണ്ട് അല്ലെ. റിട്ടേൺ എന്ന് പറയാറുണ്ട്. സോ അത്തരത്തിൽ 180 ഡിഗ്രി എൽബോ അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പൊ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നമുക്ക് 60 ഡിഗ്രി എൽബോയും അതുപോലെ തന്നെ 120 ഡിഗ്രി എൽബോയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ എൽബോ എന്ന് പറയുന്ന ആ ഒരു പൈപ്പ് ഫിറ്റിംഗ്സിനെ നമ്മൾ ഏത് സിമ്പിൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ഫോർ എക്സാമ്പിൾ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ 45 ഡിഗ്രി എൽബോനെ നമ്മൾ ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട് സിമ്പിൾ. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 90 ഡിഗ്രി ആ സ്ക്രൂഡ് ടൈപ്പ് എൽബോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു സിമ്പിൾ കൂടി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എൽബോ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീവിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 60 ഡിഗ്രി, 120 ഡിഗ്രി ഒക്കെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അതിന്റെ സിമ്പിൾ എങ്ങനെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇനി നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് എൽബോ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എൽബോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഡിയസ് എൽബോയും ഉണ്ട്, ഷോർട്ട് റേഡിയസ് എൽബോയും ഉണ്ട്. അപ്പൊ എന്താണ് ലോങ് റേഡിയസ് എൽബോ, ഷോർട്ട് റേഡിയസ് എൽബോ? അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് LR. LR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോങ് റേഡിയസ് എൽബോ അല്ലെ, ലോങ് റേഡിയസ് എൽബോ. എന്നാൽ ഷോർട്ട് റേഡിയസിന് നമ്മൾ എന്ത് പറയാറുണ്ട്? SR, ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലെ, റേഡിയസ് ലോങ്, റേഡിയസ് ഷോർട്ട് അല്ലെ. അപ്പൊ റേഡിയസ് ലോങ് ആൻഡ് റേഡിയസ് ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് അനുസരിച്ച്, അതിന്റെ വലിപ്പത്തിനനുസരിച്ച് അല്ലെ, ഒരു കർവേച്ചർ അനുസരിച്ച് ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് ലോങ് റേഡിയസും ഷോർട്ട് റേഡിയസും എന്ന് പറയുന്നത്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, സോ ദ റേഡിയസ് ഈസ് ഈക്വൽ ടു
1.5 ടൈംസ് ദ ബോർ ഓഫ് ദ പൈപ്പ് അല്ലെ. ആ ഒരു പൈപ്പിന്റെ ബോറിന്റെ എന്താണ് 1.5 ടൈംസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ആ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ടൈംസ്. 1.5 ടൈംസ് ആണ് എന്ത്? 5 ടൈംസ് നോമിനൽ സൈസ് അല്ലെങ്കിൽ ബോർ ഓഫ് ദ പൈപ്പ് ആണ് നമ്മുടെ ആ ഒരു റേഡിയസ് വരുന്നുണ്ടാവുക. എന്നാൽ ഷോർട്ട് റേഡിയസ് എൽബോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയമീറ്ററിന് ഈക്വൽ ആയിട്ടായിരിക്കും റേഡിയസ് വരുന്നുണ്ടാവുക അല്ലെ. സോ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആ ഒരു ഡയമീറ്ററിന് ഈക്വൽ ആയിട്ടാണ്. സോ 1 ടൈംസ് ദ നോമിനൽ ബോർ ഡയമീറ്റർ അല്ലെ. അത്തരത്തിൽ 1 ടൈംസ് ദ നോമിനൽ ബോർ ഡയമീറ്റർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ലോങ് റേഡിയസ് എൽബോ ഉണ്ട്, ഷോർട്ട് റേഡിയസ് എൽബോ ഉണ്ട്. ലോങ് റേഡിയസ് എൽബോ എന്ന് പറയുമ്പോൾ ആ റേഡിയസ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ദ ബോർ ഓഫ് ദ പൈപ്പ് ആണ് അല്ലെ. ഇത്തരത്തിൽ 1.5 ടൈംസ് ദ 1.5 മടങ്ങ് ആണ് ആ ഒരു ഡയമീറ്റർ അല്ലെ, പൈപ്പിന്റെ ഡയമീറ്ററിന്റെ 1.5 മടങ്ങായിരിക്കും നമ്മൾ ആ ഒരു റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയുമ്പോൾ അത് ഈക്വൽ അല്ലെ, ഇത്തരത്തിൽ റേഡിയസിന് ഈക്വൽ ആയിട്ടായിരിക്കും ആ ഒരു ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ആ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഡയമീറ്റർ ഓഫ് ദ പൈപ്പിന് ഈക്വൽ ആയിട്ടായിരിക്കും നമ്മൾ റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു റേഡിയസിലായിരിക്കും ആ ഒരു എൽബോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലോങ് റേഡിയസ് എന്ന് പറയുമ്പോൾ അല്പം കൂടി എന്താണ് വലിയൊരു റേഡിയസിൽ നമുക്ക് ആ ഒരു എൽബോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എൽബോ എന്താണ്? ടൈപ്സ് ഓഫ് എൽബോ, ലോങ് റേഡിയസ്, ഷോർട്ട് റേഡിയസ് എൽബോ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ദെൻ അതിന്റെ നമുക്ക് ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് 90 ഡിഗ്രി എൽബോ അവൈലബിൾ ആണ്, 45 ഡിഗ്രി എൽബോ അവൈലബിൾ ആണ്, യൂണിയൻ എൽബോ, 3-വേ എൽബോ അല്ലെ. അപ്പൊ എന്താണ് ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? നേരത്തെ കണ്ടതുപോലെ തന്നെ 90 ഡിഗ്രി ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എൽബോ ആണ് നമ്മുടെ 90 ഡിഗ്രി എൽബോ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡയറക്ഷൻ റിക്വയർഡ് 90 ഡിഗ്രി അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 90 ഡിഗ്രി എൽബോ നമുക്ക് യൂസ് ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ. 45 ഡിഗ്രി എൽബോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ചരിക്കേണ്ടത് ഒരു 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിലാണ് 45 ഡിഗ്രി എൽബോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ റിക്വയർഡ് ഈസ് 45 ഡിഗ്രി. യൂണിയൻ എൽബോ അല്ലെ, യൂണിയൻ എൽബോ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഫിറ്റിംഗ് വിത്ത് മെയിൽ യൂണിയൻ അറ്റ് 1 എൻഡ് അല്ലെ. ഒരെൻഡില് ഇത്തരത്തിൽ മെയിൽ യൂണിയൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് മെയിൽ യൂണിയൻ. മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ത്രെഡ് എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ ത്രെഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ മെയിൽ യൂണിയൻ വിത്ത് അല്ലെ, എൽബോ വിത്ത് മെയിൽ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള യൂണിയൻ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ എൽബോ എന്ന് പറയുന്നത്. സോ പൈപ്പ് ഫിറ്റിംഗ് വിത്ത് മെയിൽ യൂണിയൻ അറ്റ് 1 എൻഡ് അല്ലെ, ഒരെൻഡില് മെയിൽ യൂണിയൻ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരെൻഡിൽ നോർമൽ ആയിരിക്കും, അതുപോലെ തന്നെ ഒരെൻഡിൽ മെയിൽ യൂണിയൻ ആയിട്ടായിരിക്കും കാണുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ കേട്ടോ. അപ്പൊ യൂണിയൻ എന്താ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്തരത്തിൽ മെയിൽ യൂണിയൻ ആണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിയൻ എൽബോ എന്ന് പറയാം. ഓക്കെ, മറ്റൊരു ടൈപ്പ് ആണ് 3-വേ എൽബോ. 3-വേ എന്ന് പറയുമ്പോൾ നോക്കേ, ഇവിടെ 3 വേസ് അവൈലബിൾ ആയിരിക്കും അല്ലെ. ഈ പറഞ്ഞ ഇത് 90 ഡിഗ്രി, ഓരോന്നും തമ്മിൽ 90 ഡിഗ്രി വേരിയേഷൻസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ pipe fittings used to connect 3 pipes at deviation of 90 degree അല്ലെ. ഈ പറഞ്ഞ എന്താണ് 3 പൈപ്പുകൾ നമുക്ക് 90 ഡിഗ്രി ഡീവിയേഷൻസിൽ നമുക്ക് അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് 3-വേ എൽബോ എന്ന് പറയുന്നത്. സോ പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ്ഡ് ടു കണക്ട് 3 പൈപ്സ് അറ്റ് ഡീവിയേഷൻ ഓഫ് 90 ഡിഗ്രി അല്ലെ. 3 പൈപ്പുകൾ നമുക്ക് 90 ഡിഗ്രി ഡീവിയേഷൻസിൽ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്ത് വിടണമെങ്കിൽ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് 3-വേ എൽബോ എന്ന് പറയുന്നത്. അപ്പൊ എൽബോയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ എക്സാമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ എൽബോ F+F എന്ന് പറഞ്ഞാൽ എന്താണ്? എൽബോ M+F എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ടു മുന്നേ കണ്ടു യൂണിയൻ എൽബോ. യൂണിയൻ എൽബോ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പോർഷൻ എന്ന് പറഞ്ഞത് നോർമലി ആയിരിക്കും, ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് യൂണിയൻ ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വിളിക്കുന്ന പേരാണ് യൂണിയൻ എൽബോ എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന എൽബോയുടെ രണ്ട് എൻഡും ഇന്റേണലി ത്രെഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? എൽബോ F+F എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഫീമെയിൽ ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ ത്രെഡ്, ദാറ്റ് ഈസ് ഇന്റേണൽ ത്രെഡ്. എന്നാൽ എൽബോ നിങ്ങളോട് ചോദിക്കുകയാണ്, എൽബോ M+F എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽബോ M+F എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബോയുടെ ഒരെൻഡില് എന്താണ് മെയിൽ ത്രെഡും മറ്റൊരെൻഡില് ഫീമെയിൽ ത്രെഡും. അതായത് എൽബോയുടെ ഒരെൻഡിൽ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള എൽബോ ആണെന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്തായിരിക്കും? ഇന്റേണൽ ത്രെഡും ഉള്ളിലുള്ള ത്രെഡും ഇവിടെ എന്തായിരിക്കും? എക്സ്റ്റേണൽ ത്രെഡും ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദാറ്റ് ഈസ് എൽബോ M+F എന്ന് പറയുന്നത്. അപ്പൊ ഒരിടത്ത് മെയിൽ ത്രെഡും ഇതാണ് M വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ഉള്ളിലുള്ള ത്രെഡാണ് ഇവിടെ, ദാറ്റ് ഈസ് ഫീമെയിൽ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൽബോ M+F എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. സോ വൺ എൻഡ് എക്സ്റ്റേണൽ ത്രെഡഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഇന്റേണൽ ത്രെഡഡ് ആണ് എൽബോ M+F എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ?
ഫീമെയിൽ ത്രെഡ് എന്നാണ്, ദാറ്റ് ഈസ് ഇന്റേണൽ ത്രെഡ്. എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മെയിൽ ത്രെഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ്. അപ്പൊ എൽബോ എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. എൽബോ എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എൽബോ അത്തരത്തിലുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. 90 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി റിട്ടേണുകളൊക്കെ അവൈലബിൾ ആണ് സാധാരണഗതിയിൽ. ദെൻ അതിന്റെ ടൈപ്പ് അല്ലെ, ഇത്തരത്തിൽ ഷോർട്ട് റേഡിയസ് എൽബോ, ലോങ് റേഡിയസ് എൽബോ, അതിന്റെ ആ ഒരു വൺ ടൈംസ് ആണ് ബോർ ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ഷോർട്ട് റേഡിയസ്, 1.5 ടൈംസ് ആണ് ബോർ ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ലോങ് റേഡിയസ് എൽബോ എന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് യൂണിയൻ എന്ന് പറയുന്ന നമ്മളുടെ പൈപ്പ് ഫിറ്റിംഗ്സ്. എന്താണ് യൂണിയൻ എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ്സ്? ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ യൂണിയൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു പൈപ്പ് പോകുന്നുണ്ട്, മറ്റൊരു പൈപ്പ് ഇവിടെ പോകുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ് യൂണിയൻ എന്ന് പറയുന്നത്. അതായത് റെഗുലർ ആയിട്ട് നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതിനെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, ഇത്തരത്തിൽ റിപ്പയറിന് വേണ്ടിയിട്ടോ ഇത്തരത്തിൽ റെഗുലർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ ഒക്കെ പെട്ടെന്ന് കൂടെ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂണിയൻ യൂസ് ചെയ്യാറുണ്ട്. സോ വെൻ യൂണിയൻ ആർ യൂസ് ഇൻ പൈപ്പ് ലൈൻസ് ഈസി ടു ഡിസ്മാൻഡിൽ ആൻഡ് റിപ്പയർ അല്ലെ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള യൂണിയനുകളാണ്. So unions are used in pipelines to permit connection with the little change to the position of the pipe അല്ലെ, ഇത്തരത്തിൽ ആ ഒരു ലൈൻ, അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ തന്നെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെ ആ ഒരു യൂണിയന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. ആ ഒരു അലൈൻമെന്റ് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ്, ചെറിയ രീതിയിൽ മിസ് അലൈൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിയന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ആ ഒരു കണക്ഷൻ പോസിബിൾ ആക്കും. സോ യൂണിയൻസ് ആർ യൂസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻ to permit connections with a little change to the position of the pipe അല്ലെ. ആ ഒരു പൈപ്പിന്റെ പൊസിഷൻ അല്ലെങ്കിൽ പൈപ്പിന്റെ അലൈൻമെന്റ് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, വളരെ ചെറിയ രീതിയിൽ ഒരു മിസ്അലൈൻമെന്റ് ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് യൂണിയന്റെ സഹായത്തോടു കൂടി നമുക്ക് രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയന്റെ പാർട്ടുകൾ നോക്കിയ ഒരു മെയിൽ അഡാപ്റ്റർ ഉണ്ടാവും. മെയിൽ അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡുകളുള്ള മെയിൽ അഡാപ്റ്റർ, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ അഡാപ്റ്റർ ഉണ്ടാകും. സോ ഫീമെയിൽ അഡാപ്റ്റർ ഉള്ളിലേക്ക് കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് ചെക്ക് നെറ്റ് അല്ലെങ്കിൽ ലോക്ക് നെറ്റ് അല്ലെ, നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് നെറ്റ് അല്ലെങ്കിൽ ലോക്ക് നെറ്റ് അവൈലബിൾ ആണ്. സോ ഇതിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ലോക്ക് നെറ്റ് വെച്ചിട്ട് നമ്മൾ മെയിൽ അഡാപ്റ്ററിന്റെ മുകളിലേക്ക് നമ്മൾ ത്രെഡഡ് ആണ്. സോ അത് സ്ക്രൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഫിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ അതിനിടയിലായിട്ടുള്ള റബ്ബർ വാഷറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ റബ്ബർ വാഷർ അവൈലബിൾ ആണ്. അപ്പോൾ മെയിൽ അഡാപ്റ്റർ, ഫീമെയിൽ അഡാപ്റ്റർ, ചെക്ക് നെറ്റ്, റബ്ബർ വാഷർ, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട യൂണിയന്റെ പാർട്ടുകൾ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ യൂണിയന്റെ പാർട്ടുകളാണ് മെയിൽ അഡാപ്റ്റർ ഉണ്ട്, ഒരു ഫീമെയിൽ അഡാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ റബ്ബർ വാഷർ അവൈലബിൾ ആണ് ഇൻസൈഡ് ആയിട്ട്. ദെൻ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് നെറ്റ് അല്ലെങ്കിൽ ലോക്ക് നെറ്റ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന യൂണിയനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, സിമ്പൽ എങ്ങനെയാണ്. സോ ഇത്തരത്തിലാണ് നമ്മുടെ യൂണിയന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് യൂണിയന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾസും ഇപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എൽബോയുടെ സിമ്പൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഇത്തരത്തിൽ 90 ഡിഗ്രി എൽബോ സ്ക്രൂഡ് ആണെങ്കിൽ ഇത്തരത്തിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എൽബോയുടെ സിമ്പൽ നമ്മൾ കണ്ടു. എന്നാൽ അടുത്തത് യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് യൂണിയന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് യൂണിയൻ, യൂണിയന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ സിമ്പൽ എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ടി എന്ന് പറയുന്നത്. ടി അല്ലെ, ഇത്തരത്തിൽ ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ബ്രാഞ്ചിങ് ഫിറ്റിംഗ് അല്ലെ. ബ്രാഞ്ചിങ് ഫിറ്റിംഗ് അതായത് ബ്രാഞ്ചസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് കണക്ഷൻ ആണ് ബേസിക്കലി എന്ത്, ടി കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ ചിത്രത്തിൽ കാണുന്ന ടി എന്ന് പറയുന്നുണ്ടാവുക. സോ ഇത് നമ്മുടെ മെയിൻ ലൈൻ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ലൈനിൽ നമ്മളെ ഇത്തരത്തിൽ ബ്രാഞ്ചസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ടി കണക്ഷൻ എന്ന് പറയുന്നത്. ടീസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ബ്രാഞ്ചിങ് ഫിറ്റിംഗ് അല്ലെ, ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫിറ്റിംഗ് ആണ് ടി കണക്ഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു either കമ്പൈൻ ഓർ സ്പ്ലിറ്റ് എ ഫ്ലൂയിഡ് ഫ്ലോ. ഇത്തരത്തിൽ ഒന്നെങ്കിൽ കമ്പൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനോ, അതായത് ഇവിടെ നിന്ന് വരുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് രണ്ട് ഭാഗത്തു നിന്ന് വരുന്നതിനെ കമ്പൈൻ ചെയ്ത് പുറത്തേക്ക് എടുക്കാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടി കണക്ഷൻ എന്ന് പറയുന്നത്. ടി ഷേപ്പ് ഹാവിംഗ് 2 ഔട്ട്ലെറ്റ്സ് അല്ലെ, ടി ഷേപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ള, ഇത്തരത്തിൽ ടി ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇത്തരത്തിൽ എന്താണ്
ടു ഔട്ട്ലെറ്റ്സ് അറ്റ് 90 ഡിഗ്രി അല്ലെ, ഇത്തരത്തിൽ 90 ഡിഗ്രിയിൽ രണ്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. ടു ഔട്ട്ലെറ്റ്സ് അറ്റ് 90 ഡിഗ്രി ടു ദ കണക്ഷൻ ടു ദ മെയിൻ ലൈൻ അല്ലെ, ആ ഒരു മെയിൻ ലൈനിൽ നിന്നും നമുക്ക് 90 ഡിഗ്രി ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് ഔട്ട്ലെറ്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ ടി അവൈലബിൾ ആണ്, ടി കണക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത് റെഡ്യൂസർ ടിയും ഉണ്ട്, നോർമൽ ടിയും ഉണ്ട്. നോർമൽ ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാത്തിന്റെ ഡയമെൻഷൻസ് ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ, എല്ലാത്തിനും വരുന്നതും പോകുന്നതും എല്ലാം ഒരേ ഡയമെൻഷൻസിലാണ് അല്ലെങ്കിൽ ആ ഡയമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ടി എന്ന് പറയുന്നു. റെഡ്യൂസർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബ്രാഞ്ച് കണക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും അല്ലെ. ചെറുതായിട്ടുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസർ ടി എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ഈ ടീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എങ്ങനെയാണ് നോക്കി, ഇത്തരത്തിലായിരിക്കും നമ്മൾ ടീനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ ടീനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണേ, ക്ലിയർ ആണേ? ടി കണക്ഷൻസിനകത്ത് മെയിൻ ആയിട്ട് നോക്കിയാൽ ബ്രാഞ്ചസ് മേ ബി ഈക്വൽ ഇൻ ഡയ ഓർ ദേ മേ ബി വൺ റെഡ്യൂസിങ് ബ്രാഞ്ച്. ഒന്നെങ്കിൽ അത് എന്താണ് ഈക്വൽ ഡയമീറ്റർ ഉള്ള രീതിയിൽ ബ്രാഞ്ചസ് വരാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരെണ്ണം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രാഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ചിത്രത്തിൽ കാണുന്ന പോലെ ഈക്വൽ ടീം അവൈലബിൾ ആണ്, റെഡ്യൂസിങ് ടീം അവൈലബിൾ ആണ്, റെഡ്യൂസിങ് ടീം അവൈലബിൾ ആണ്. വെൻ 3 outlets are in same size the fitting is specified by the pipe size അല്ലെ. ഇത്തരത്തിൽ അല്ലെങ്കിൽ മൂന്ന് ഡയമെൻഷനുകളും, അതായത് നമ്മുടെ ഔട്ട്ലെറ്റുകളെല്ലാം എന്താണ് ഒരേ ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൈപ്പ് സൈസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെ. മൂന്ന് ഡയമെൻഷൻസും, ഫോർ എക്സാമ്പിൾ ഇത് ഒന്നാമത്തെ ഡയമെൻഷൻസ്, അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ്, ഇത് മൂന്നാമത്തെ ഔട്ട്ലെറ്റ്. അപ്പൊ ഈ മൂന്ന് ഔട്ട്ലെറ്റുകളുടെയും ഡയമെൻഷൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന പൈപ്പിന്റെ സൈസ് വെച്ച് നമുക്ക് ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. The T joints helps the pipeline to branch off 90 degree. വളരെ ഇമ്പോർട്ടന്റ് ആണ്. A T joint helps the pipeline to branch off 90 degree അല്ലെ. ഇത്തരത്തിൽ ബ്രാഞ്ച് കണക്ഷൻ എടുക്കാൻ സാധിക്കും, 90 ഡിഗ്രി ബ്രാഞ്ച് കണക്ഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടി ജോയിന്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്രോസ് ആണ് അല്ലെ, ക്രോസ്. അപ്പോൾ ടി കണ്ടു അല്ലെ, ടിയുടെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ക്രോസ് എന്ന് പറയുന്നത്. സോ ഈ ക്രോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4-way ഫിറ്റിംഗ്. എന്താണ് 4-way ഫിറ്റിംഗ്? അപ്പോൾ ഈ പറയുന്ന ക്രോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4-way ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ 4-way ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എന്താണ് ടി എന്ന് പറഞ്ഞാൽ മൂന്ന് ഔട്ട്ലെറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ഈ പറയുന്ന രീതിയിൽ ഔട്ട്ലെറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ക്രോസ് എന്ന് പറയുമ്പോൾ 4 ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും അല്ലെ. ഇത്തരത്തിൽ 4 ബ്രാഞ്ചസ് അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് ഈച്ച് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ അതർ അല്ലെ. ഇത്തരത്തിൽ ഓരോന്നും എന്താണ് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ, 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എ ക്രോസ് ഇസ് ലൈക്ക് എ ടി വിത്ത് ബാക്ക് ഔട്ട്ലെറ്റ് അല്ലെ. ഈ പറഞ്ഞ ടിയുടെ പോലെ തന്നെയാണ്, പക്ഷെ ഒരു പുറകിലേക്കുള്ള ഔട്ട്ലെറ്റ് കൂടി ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് എന്ന് പറയുന്നത്. സോ ക്രോസ് ഈസ് ലൈക്ക് എ ടി വിത്ത് എ ബാക്ക് ഔട്ട്ലെറ്റ് അല്ലെ. പുറകിലേക്ക് വരുന്ന ഒരു ഔട്ട്ലെറ്റോട് കൂടിയിട്ടുള്ള ടി ആണ് ബേസിക്കലി എന്ത്, ക്രോസ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. എ ക്രോസ് ഈസ് ലൈക്ക് എ ടി വിത്ത് എ ബാക്ക് ഔട്ട്ലെറ്റ് അല്ലെ. പുറകിലേക്ക് വരുന്ന ഔട്ട്ലെറ്റോട് കൂടിയിട്ടുള്ള ഒരു ടി കണക്ഷൻ തന്നെയാണ് ബേസിക് ആയിട്ട് എന്ത്, ക്രോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിറ്റിംഗ് വിത്ത് 4 ബ്രാഞ്ചസ് അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് ഈച്ച് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ അതർ അല്ലെ. ഇത്തരത്തിൽ 4 പൈപ്പുകൾ അല്ലെ. ഇത്തരത്തിൽ നോക്കി, ഇവിടെ ഒന്നാമത്തെ പൈപ്പ് വരുന്നുണ്ട്, ഇവിടെ രണ്ടാമത്തെ പൈപ്പ് കണക്ട് ചെയ്യുന്നു, ഇവിടെ മൂന്നാമത്തെ പൈപ്പ് കണക്ട് ചെയ്യുന്നു, ഇവിടെ നാലാമത്തെ പൈപ്പ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ എന്താണ് 4 പൈപ്പുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രോസ് അറേഞ്ച്മെന്റ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇറ്റ് ഹാസ് 1 ഔട്ട്ലെറ്റ് ആൻഡ് 3 ഔട്ട്ലെറ്റ് ഓർ വൈസ് വേഴ്സ. അർത്ഥത്തിൽ ഒരു ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ 3 ഔട്ട്ലെറ്റോ ഇതേ രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ വൈസ് വേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു ഇൻലെറ്റും അതുപോലെ തന്നെ 3 ഔട്ട്ലെറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ അതിന്റെ തിരിച്ചും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരെണ്ണം ഇൻലെറ്റ് ആയിട്ടോ ബാക്കി 3 ഔട്ട്ലെറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ തിരിച്ച് എന്താണ് 3 ഇൻലെറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ആയിട്ടോ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫ്ലോയ്ക്ക് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അവിടെ ഒരു ഇൻലെറ്റോ അല്ലെങ്കിൽ എന്താണ് 3 ഔട്ട്ലെറ്റ് ആയിട്ടോ കൂടിയിട്ടോ, അല്ലെങ്കിൽ തിരിച്ച് അല്ലെ. ഇത്തരത്തിൽ 3 ഇൻലെറ്റ് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നത് ഔട്ട്ലെറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ 4 പൈപ്പുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ്. ഇത് ക്രോസ് വൈസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ടിയുടെ ബാക്ക് ആയിട്ട് അല്ലെ, ബാക്ക് ഔട്ട്ലെറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ക്രോസിനെ കാണുന്നുണ്ടാവുക. സോ ക്രോസ് ഈസ് ലൈക്ക് എ ടി വിത്ത് ബാക്ക് ഔട്ട്ലെറ്റ് അല്ലെ. ഒരു ടി പോലെ തന്നെയാണ്, പക്ഷെ അതിന് പുറകിലായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റോട് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ക്രോസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ അതിന്റെ സിമ്പിൾ നോക്കി എല്ലാവരും, ഇത്തരത്തിൽ കുരിശ് പോലെ തന്നെയാണ് അല്ലെ. സോ ഇത്തരത്തിൽ കുരിശ് പോലെ തന്നെ നമുക്ക് എന്താണ് സ്ക്രൂഡ് ടൈപ്പ് ആണ്, ഇത്തരത്തിൽ ത്രെഡ് ടൈപ്പ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ക്രോസിന്റെ സിമ്പിൾ എന്ന് കൂടി ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് റെഡ്യൂസർ അല്ലെ. ഇപ്പൊ റെഡ്യൂസർ എന്ന് പറയുന്നത് മറ്റൊരു എന്താണ് പൈപ്പ് ഫിറ്റിംഗ് ആണ്. എ പൈപ്പ് ഫിറ്റിംഗ് കമ്പോണന്റ് ദാറ്റ് റെഡ്യൂസസ് ദ ഫ്ലോ സൈസ് ഫ്രം എ ലാർജർ ടു സ്മോളർ ബൈ റെഡ്യൂസിംഗ് ദ സൈസ് ഓഫ് ദ പൈപ്പ്. നമ്മൾ നേരത്തെ കണ്ടു, ഡിഫറെന്റ് ഡയമീറ്ററുകളുള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് അല്ലെ. പൈപ്പ് ഫിറ്റിംഗ്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഡിഫറെന്റ് ഡയമീറ്ററുകളുള്ള
പൈപ്പുകൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഡിഫറെന്റ് ഡയമീറ്ററുള്ള പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഫിറ്റിംഗ് ആണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. റെഡ്യൂസർ. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഡയമെൻഷനിൽ നിന്നും വലിയ ഡയമെൻഷനിൽ നിന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് പൈപ്പിൽ നിന്നും നമുക്ക് 1.5 ഇഞ്ച് പൈപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ 2 ഇഞ്ച് പൈപ്പിൽ നിന്നും 1.5 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള റെഡ്യൂസറിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? എ പൈപ്പ് ഫിറ്റിംഗ് കമ്പോണന്റ് ദാറ്റ് റെഡ്യൂസസ് ദ ഫ്ലോ സൈസ് ഫ്രം ലാർജർ ടു സ്മോളർ ബൈ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദ പൈപ്പ്. ആ ഒരു പൈപ്പിന്റെ സൈസ് കുറച്ചുകൊണ്ട് വലിയ സൈസിൽ നിന്നും ചെറിയ സൈസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. സോ അതാണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വലിയ ഡയമീറ്റർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ റെഡ്യൂസർ ഈസ് യൂസ്ഡ് ടു കണക്ട് ടു പൈപ്സ് വിത്ത് ഡിഫറെന്റ് ഡയമീറ്റർ. അല്ലെ, ഒരു 2 ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് റെഡ്യൂസർ. 2 ഡിഫറെന്റ് ഡയമീറ്ററുകളുള്ള പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. റെഡ്യൂസർ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. കോൺസെൻട്രിക് റെഡ്യൂസർ ഉണ്ട്, എക്സെൻട്രിക് റെഡ്യൂസർ ഉണ്ട്. അപ്പം ഈ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ നോക്കി ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നോക്കി, ഇത്തരത്തിൽ ഗ്രാജുവൽ ആയിട്ടാണ് റിഡക്ഷൻ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തരത്തിൽ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോൺസെൻട്രിക് റെഡ്യൂസറിന്റെ ആ ഒരു സിമ്പിൾ നോക്കി, ഇത്തരത്തിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ വരുന്നുണ്ടാവുക. അല്ലെ, ഇത്തരത്തിലുള്ള കോൺസെൻട്രിക് റെഡ്യൂസറിന്റെ സിമ്പിൾ ആണ് ഇതെന്നുള്ളത് ഓർത്തിരിക്കാം. കോൺ ഷേപ്ഡ് വിത്ത് ഗ്രാജുവൽ ഡിക്രീസ് അറൌണ്ട് ദ പൈപ്പ്. അല്ലെ, ഒരു കോൺ ഷേപ്പ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ പൈപ്പ് കൺസിഡർ ചെയ്യുക, വളരെ കോണിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ഡിക്രീസ് ആണ് ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു റെഡ്യൂസർ ഉണ്ടാവുക, റെഡ്യൂസർ എന്ന് പറയുന്നത്. സോ കോൺ ഷേപ്ഡ് വിത്ത് ഗ്രാജുവൽ ഡിക്രീസ് അറൌണ്ട് ദ പൈപ്പ് ആണ് നമ്മുടെ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ. ഇൻ ദിസ് കേസ് അക്യുമുലേഷൻ ഓഫ് എയർ മേ ബി പോസിബിൾ. സാധാരണഗതിയിൽ നമ്മളിതൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ്, നമ്മുടെ പൈപ്പ് വന്നു, അതിന് നമുക്ക് റെഡ്യൂസർ, ഇതാണ് നമ്മുടെ റെഡ്യൂസർ. ഇത് ഏത് തരത്തിലുള്ളതാണ്? കോൺസെൻട്രിക് റെഡ്യൂസർ ആണ്, അല്ലെ, കോൺസെൻട്രിക് റെഡ്യൂസർ. അപ്പൊ കോൺസെൻട്രിക് റെഡ്യൂസറിൽ സഹായത്തോടു കൂടിയാണ് ഇവിടെ പമ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവിക കോൺസെൻട്രിക് റെഡ്യൂസർ ഹൊറിസോണ്ടൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഇത്തരത്തിലുള്ള എയർ ഒക്കെ വന്നിട്ട് അവിടെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കോൺസെൻട്രിക് റെഡ്യൂസർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എയർ എൻട്രാപ്മെന്റ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ എയർ അക്യൂമുലേഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ എയർ വന്നിട്ട് അവിടെ എന്താണ്, അവിടെ എയർ വന്നിട്ട് ട്രാപ്പ് ചെയ്യാനുള്ള, അല്ലെ, എയറിനെ അവിടെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എയർ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഡാമേജസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അവിടെ ക്യാവിറ്റേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ എയർ ബബിൾസ് വന്ന് അവിടെ ഇരുന്നാൽ, അല്ലെ. അപ്പൊ അത്തരത്തിൽ അങ്ങനെ കോൺസെൻട്രിക് റെഡ്യൂസർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഹൊറിസോണ്ടലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇത്തരത്തിലുള്ള എയർ അക്യുമുലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വെർട്ടിക്കൽ പൊസിഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? കോൺസെൻട്രിക് റെഡ്യൂസേഴ്സ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, എന്നാൽ നമ്മൾ എന്താണ് എക്സെൻട്രിക് റെഡ്യൂസറിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ടൈപ്പാണ് എക്സെൻട്രിക് റെഡ്യൂസർ. അപ്പൊ എക്സെൻട്രിക് റെഡ്യൂസറിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അവിടെ എന്താണ്, ഇത്തരത്തിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അത്തരത്തിലുള്ള വേരിയേഷൻസ് വരുന്നുള്ളൂ. എക്സെൻട്രിക് ആണ്, അല്ലെ, എക്സെൻട്രിക് ആണ്, 2 ഡയറക്ഷനിലേക്കും ഇല്ല, കോൺസെൻട്രിക് അല്ല. അപ്പൊ എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ 1 എഡ്ജ് ഈസ് പാരലൽ ടു ദ കണക്ടിംഗ് പൈപ്പ്. അല്ലെ, നോക്കി ഇവിടെ നോക്കി, ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ കണക്ടിംഗ് പൈപ്പിന് പാരലാണ് നമ്മുടെ എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത്. എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ എക്സെൻട്രിക് റെഡ്യൂസറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിന് പാരലായിട്ട് തന്നെ ആയിരിക്കും, മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ഇത്തരത്തിൽ ടേപ്പേർഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ 1 എഡ്ജ് ഈസ് പാരലൽ ടു ദ കണക്ടിംഗ് പൈപ്പ് ഡ്യൂ ടു വിച്ച് എയർ അക്യുമുലേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ എന്താണ്, ഇത്തരത്തിൽ ഹൊറിസോണ്ടലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ആ ഒരു എയർ എൻട്രാപ്മെന്റ് ഉണ്ടാവില്ല. കാര്യം ഒരു സൈഡ് എന്തിന് പാരലായിട്ടാണ് പോകുന്നുണ്ടാവുക? പൈപ്പിന് പാരലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? നമ്മളുടെ എക്സെൻട്രിക് റെഡ്യൂസർ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ എക്സെൻട്രിക് റെഡ്യൂസർ ആണ്, അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ പൊസിഷനിൽ പ്രിഫർ ചെയ്തിരിക്കുന്നത് എക്സെൻട്രിക് റെഡ്യൂസർ, വെർട്ടിക്കൽ പൊസിഷനിൽ പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ കോൺസെൻട്രിക് റെഡ്യൂസർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ആണ്. എന്നാൽ 2ന്റെയും സിമ്പിൾ ഓർത്തിരിക്കുക. ഇത്തരത്തിൽ നമ്മളുടെ 2ന്റെയും സിമ്പിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ എക്സെൻട്രിക്കും അതുപോലെ തന്നെ കോൺസെൻട്രിക്കും റെഡ്യൂസേഴ്സിന്റെ സിമ്പിളും നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ക്യാപ്പ് ആണ്. സാധാരണഗതിയിൽ ക്യാപ്പും അതുപോലെ തന്നെ പ്ലഗും നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡ് കണക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എൻഡ്
ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ ഒക്കെ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലഗും അതുപോലെ തന്നെ ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ക്യാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ക്യാപ്പ് എന്ന് പറയുന്നത് ആർ യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് പൈപ്പ് ഓർ ഫിറ്റിംഗ്സ് വിച്ച് ആസ് എക്സ്റ്റേണൽ ത്രെഡ്. അതായത് നമ്മളുടെ വരുന്ന പൈപ്പിന് എന്താണ് എക്സ്റ്റേണൽ ആയിട്ട് ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വരുന്ന പൈപ്പുകൾക്ക് എക്സ്റ്റേണൽ ത്രെഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ പൈപ്പിലേക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഫിറ്റിംഗ് ആണ് നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പൈപ്പിന് എക്സ്റ്റേണൽ ത്രെഡ് ആണ് എന്നുണ്ടെങ്കിൽ, പൈപ്പിൽ എക്സ്റ്റേണൽ ത്രെഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ക്യാപ്പുകൾ എന്ന് പറയുന്നത്. സോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. എന്തിനു യൂസ് ചെയ്യുന്നു? നമ്മളുടെ പൈപ്പുകളുടെ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൈപ്പുകളുടെ എല്ലാ പൈപ്പുകളും പറ്റുമോ? ഇല്ല. ആ പൈപ്പിന്റെ എൻഡിൽ എന്തുണ്ടാവണം? എക്സ്റ്റേണൽ ത്രെഡുകൾ ഉണ്ടാകണം, അല്ലെ? പുറത്ത് ത്രെഡുകൾ ഉണ്ടാകണം, പുറത്ത് പിരി ഉണ്ടാകണം. അപ്പൊ അത്തരത്തിൽ എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള ആ ഒരു പൈപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എന്താണ് ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ക്യാപ്പ് ആർ യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് പൈപ്പ് ഓർ ഫിറ്റിംഗ് വിച്ച് ഹാസ് ആൻ എക്സ്റ്റേണൽ ത്രെഡ്, അല്ലെ? പുറത്ത് ത്രെഡ് ഉള്ള പൈപ്പ് അല്ലെങ്കിൽ ഫിറ്റിങ്ങുകൾക്കൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപ്പിന് എന്തുണ്ടാകും? ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ഉണ്ടാകും, അല്ലെ? ക്യാപ്പിനുള്ളിൽ ഇന്റേണൽ ത്രെഡ് ഉണ്ടാകും, പൈപ്പിൽ എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാകും. എന്നാൽ മാത്രമല്ല നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ ക്യാപ്പ് ആർ മെയ്ഡ് ഓൺ സൈസസ് റേഞ്ചിങ് ഫ്രം 6 mm to 150 mm. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 6 mm മുതൽ 150 mm വരെയാണ് നമ്മുടെ ആ ഒരു ക്യാപ്പിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഫ്ലാറ്റ് ക്യാപ്പ് നമുക്ക് അവൈലബിൾ ആണ്, ഡോം ഷേപ്പിലുള്ള ക്യാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം, ISO സ്റ്റാൻഡേർഡ് പ്രകാരം ക്യാപ്പ് ഫ്ലാറ്റും അവൈലബിൾ ആണ്, ക്യാപ്പ് ഡോമോ അവൈലബിൾ ആണ്. സാധാരണ സൈസ് റേഞ്ച് വരുന്നത് 6 mm മുതൽ 150 mm വരെയാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് ആണെന്ന് ഓർത്തിരിക്കാം. സോ ക്യാപ്സ് ആർ അവൈലബിൾ ഫ്രം 6 mm to 150 mm ആണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോർ ഡയമീറ്റർ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു തിക്നെസ് നമ്മൾ സാധാരണ പറയാറുണ്ട്. മിനിമം തിക്നെസ് ആണ് ആ ടി വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലെങ്ത്, മിനിമം ലെങ്ത് എന്ന് പറയുന്നത്. മിനിമം ലെങ്ത്, തിക്നെസ് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സൈസ് കൂടി നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സോ 6 mm മുതൽ 150 mm വരെയാണ് നമ്മുടെ ക്യാപ്പിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്ലഗ്. ഇപ്പൊ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പൈപ്പിനകത്ത് എക്സ്റ്റേണൽ ത്രെഡ് ആയിട്ടുള്ള പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കും? ക്യാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളുടെ പൈപ്പിനകത്ത് ഇന്റേണൽ ത്രെഡ് ആണെന്നിരിക്കട്ടെ, നമ്മൾ വരുന്ന പൈപ്പില് ഇന്റേണൽ ത്രെഡ് ആണെന്നിരിക്കട്ടെ, ഉള്ളിലാണ് ത്രെഡ് എന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ക്യാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ പറ്റില്ല, അല്ലെ? അപ്പോൾ ഇന്റേണൽ ത്രെഡ് ആയിട്ടുള്ള പൈപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്ലഗ് എന്ന് പറയുന്നത്. പ്ലഗ്. സോ പ്ലഗ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് എ പൈപ്പ് ലൈൻ ദാറ്റ് ഹാസ് ഇന്റേണൽ ത്രെഡ്. അപ്പം പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ അകത്ത് പൈപ്പിന് ഇന്റേണൽ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തിനാണ്? പൈപ്പിന് ഇന്റേണൽ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസിംഗ് പൈപ്പ് ഫിറ്റിംഗ് ആണ് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലഗിന് എന്തുണ്ടാകും? പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡ് ആണ്, അല്ലെ? പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡ്, പൈപ്പിന് ഇന്റേണൽ ത്രെഡ്. എന്നാൽ ക്യാപ്പ് പഠിച്ച സമയത്ത് പൈപ്പിന് എക്സ്റ്റേണൽ ത്രെഡ്, ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആയിരുന്നു, അല്ലെ? സംശയമൊന്നുമില്ലല്ലോ. പ്ലഗ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ, മാലിബിൾ അയൺ ആൻഡ് ബ്രാസ്. സത്യത്തിൽ കാസ്റ്റ് അയൺ കൊണ്ടോ മാലിബിൾ അയൺ കൊണ്ടോ ബ്രാസ് കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണ പ്ലഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നിർമ്മിക്കാറുണ്ട്. ഓർഡിനറി പ്ലഗ് ആർ മെയ്ഡ് ഓൺ സൈസ് റേഞ്ചിങ് ഫ്രം 6 mm to 300 mm, അല്ലെ? ഇത്തരത്തിൽ 6 mm മുതൽ 150 ആണോ? അല്ല, 300 mm വരെ നമുക്ക് അവൈലബിൾ ആണ്, പ്ലഗ് അവൈലബിൾ ആണ്. എന്നാൽ ക്യാപ്പ് 6 to 150 mm എന്നുള്ളത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ ജോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ല. അതായത് പ്ലഗ് ഒക്കെ സാധാരണ നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഒരു ട്രയാങ്കിൾ കൊണ്ടാണ് നമ്മൾ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? പ്ലഗ് അല്ലെങ്കിൽ ക്യാപ്പ് ഒക്കെ പൊതുവെ ഇത്തരത്തിലുള്ള ട്രയാങ്കിൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ആ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള ട്രയാങ്കിൾസ് കൊണ്ട് നമ്മൾ ആ ഒരു പ്ലഗ് അല്ലെങ്കിൽ ക്യാപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനി ക്യാപ്പ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലും ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പൈപ്പ് ലൈൻ വരുന്നു, നമ്മളത് അടയ്ക്കുന്ന രീതിയിൽ ക്യാപ്പിനെ ഇത്തരത്തിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ക്യാപ്പിനെയും പ്ലഗിനെയും പൊതുവേ നമ്മൾ ഇത്തരത്തിൽ ട്രയാങ്കുലർ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതല്ല ക്യാപ്പിനെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ടെന്ന് കൂടി ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് കപ്ലിംഗ് അല്ലെങ്കിൽ ജോയിന്റ് എന്ന് പറയുന്നത്.
കപ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു മിസ്അലൈൻമെന്റ് ഒന്നും ഇല്ലാതെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്ലിംഗ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. കപ്ലിംഗ് ആർ യൂസ്ഡ് ടു കണക്ട് ടു പൈപ്സ് അല്ലെ, രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ കപ്ലിംഗുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്തരത്തിൽ കപ്ലിംഗുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കപ്ലിംഗ് ഹാവ് ഇന്റേണൽ ത്രെഡ് അറ്റ് ബോത്ത് എൻഡ് അല്ലെ, ഇത്തരത്തിൽ രണ്ട് എൻഡിലും എന്താണ് ഇന്റേണൽ ത്രെഡ് ഉണ്ടാവും, രണ്ടെൻഡിലും ഇന്റേണൽ ത്രെഡുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇന്റേണൽ ത്രെഡോട് കൂടിയിട്ടുള്ള കപ്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കപ്ലിംഗ്സ് ആർ യൂസ്ഡ് ടു കണക്ട് ടു പൈപ്സ്, രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിംഗിനകത്ത് രണ്ട് ഭാഗത്തും ഇന്റേണൽ ത്രെഡ് ആകുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പുകൾക്കും എന്തുണ്ടാകും? രണ്ട് എൻഡിലായിട്ട് എക്സ്റ്റേണൽ ത്രെഡ് അവൈലബിൾ ആയിരിക്കും. ജോയിന്റ്സിനകത്ത് നമുക്ക് ഇത്തരത്തിൽ എന്താണ് കപ്ലിംഗ്സിന് ഫ്ലാഞ്ചഡ് ജോയിന്റ്സും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഫ്ലാഞ്ചസോട് കൂടിയിട്ട് നമുക്ക് നട്ട് ബോൾട്ടിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലാഞ്ചഡ് ആയിട്ടുള്ള ജോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ സ്ക്രൂഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും ആ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സ്ക്രൂഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും സിമ്പിൾ റെപ്രസെന്റേഷൻ. ഫ്ലാഞ്ചഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്ലാഞ്ചസ് ഇത്തരത്തിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അത്തരത്തിൽ കപ്ലിംഗ് അല്ലെങ്കിൽ ജോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ്സിനകത്ത്. രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ കപ്ലിംഗ് അല്ലെങ്കിൽ ജോയിന്റുകൾ യൂസ് ചെയ്യുന്നത്. കപ്ലിംഗ്സ് പൊതുവെ ഇന്റേണൽ ത്രെഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഫ്ലാഞ്ചഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലാഞ്ചസ് ഉണ്ടാകും, ഇത്തരത്തിൽ ഫ്ലാഞ്ചസ് ഉണ്ടാകും. ആ രണ്ട് ഫ്ലാഞ്ചസ് നട്ടിന്റെയും ബോൾട്ടിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പൈപ്പ് ഒരു സിംഗിൾ കണക്ഷൻ പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ അത്തരത്തിൽ രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കപ്ലിംഗ്സ് അല്ലെങ്കിൽ ജോയിന്റുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്, പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. നിപ്പിൾ എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ പൈപ്പ് ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട നിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പീസ് ഓഫ് പൈപ്പ് ലെസ് ദാൻ 30 സെന്റിമീറ്റർ അല്ലെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെസ് ദാൻ 30 സെന്റിമീറ്റർ, അതായത് ഒരടി, ഒരു ഫീറ്റ് അല്ലെ, മാക്സിമം ഒരു ഫീറ്റ്, അതിൽ താഴെയുള്ള ഒരു പൈപ്പിന്റെ പീസാണ് ബേസിക്കലി നിപ്പിൾ എന്ന് പറയുന്നത്. ഹാവിംഗ് ത്രെഡ് അറ്റ് ബോത്ത് എൻഡ് അല്ലെ, ഇത്തരത്തിൽ ത്രെഡോട് കൂടിയിട്ടുള്ള എന്താണ് ചെറിയ ഒരു പീസ് ഓഫ് പൈപ്പ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് നിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പീസ് ഓഫ് പൈപ്പ് ലെസ് ദാൻ 30 സെന്റിമീറ്റർ ലെങ്ത് ഹാവിംഗ് ത്രെഡ് അറ്റ് ബോത്ത് എൻഡ് അല്ലെ, രണ്ട് എൻഡിലായിട്ട് ത്രെഡോട് കൂടിയിട്ടുള്ള 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരടി അല്ലെ, ഏകദേശം ഒരടിയാണ് 30 സെന്റിമീറ്റർ, ഒരു ഫീറ്റ് ആണ് 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 30 സെന്റിമീറ്റർ താഴെയുള്ള രണ്ടെൻഡും ത്രെഡോട് കൂടിയിട്ടുള്ള ഒരു പീസ് ഓഫ് പൈപ്പ് അല്ലെ, പൈപ്പിന്റെ ഒരു പീസിനെ വിളിക്കുന്ന പേരാണ് നിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെക്സഗണൽ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിനെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് സെന്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഹെക്സഗണൽ നിപ്പിൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ഇത്തരത്തിൽ ക്ലോസ് നിപ്പിൾ, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ് നിപ്പിൾ എന്ന് പറയുന്നത്. ക്ലോസ് നിപ്പിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചിത്രമാണ് നമ്മളുടെ ഷോർട്ട് നിപ്പിൾ എന്ന് പറയുന്നത്. ഷോർട്ട് നിപ്പിൾ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ലോങ് നിപ്പിൾ എന്ന് വിളിക്കുന്നു. ലോങ് നിപ്പിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ക്ലോസ് നിപ്പിൾ ഉണ്ട്, ഷോർട്ട് നിപ്പിൾ ഉണ്ട്, ലോങ് നിപ്പിൾ ഉണ്ട്. ക്ലോസ് നിപ്പിളിന്റെ പ്രത്യേകത ത്രൂ ഔട്ട് നമുക്ക് അവിടെ എക്സ്റ്റേണൽ ത്രെഡ് കാണാൻ സാധിക്കും. ത്രൂ ഔട്ട് എക്സ്റ്റേണൽ ത്രെഡ് കാണാൻ സാധിക്കും. ആ സർഫസ് മുഴുവൻ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും. വളരെ ചെറിയ നിപ്പിളുകളാണ് ഇത്തരത്തിൽ ക്ലോസ് നിപ്പിൾ പറയുക. അപ്പൊ സാധാരണഗതിയിൽ വാൽവുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, വാൽവുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തടുത്തുള്ള കമ്പോണൻസുകൾക്കൊക്കെ എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലോസ് നിപ്പിളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഷോർട്ട് നിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഇത്തരത്തിൽ യൂസ്ഡ് ഫോർ ഷോർട്ട് എക്സ്റ്റൻഷൻ ഓഫ് പ്ലംബിംഗ് ലൈൻസ് അല്ലെ, പ്ലംബിംഗ് ലൈൻസിനകത്ത് അല്ലെങ്കിൽ പൈപ്പിംഗ് സിസ്റ്റത്തിനകത്ത് എന്താണ് ചെറിയ എക്സ്റ്റൻഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിപ്പിളുകൾ പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഷോർട്ട് നിപ്പിൾ എന്ന് പറയുമ്പോൾ ഇടയിൽ എന്താണ് പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് എൻഡിലും നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ത്രെഡുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടയിലുള്ള പോർഷന്റെ എന്താണ് പൈപ്പ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് അധികമുണ്ട്. വളരെ ചെറിയ രീതിയിൽ ആണ് രണ്ട് എൻഡിലും ആ ഒരു ത്രെഡ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ലോങ് നിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഉണ്ട് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മതിയാകും. സോ ക്ലോസ് നിപ്പിൾ, ഷോർട്ട് നിപ്പിൾ, ലോങ് നിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ പീസ് ഓഫ് പൈപ്പ് ലെസ് ദാൻ 30 സെന്റിമീറ്റർ ലെങ്ത് ഹാവിംഗ് ത്രെഡ് അറ്റ് ബോത്ത് എൻഡ് അല്ലെ, രണ്ട് എൻഡിലും ത്രെഡോട് കൂടിയിട്ടുള്ള 30 സെന്റിമീറ്ററിന് താഴെയുള്ള ഒരു ചെറിയൊരു പൈപ്പ് പീസിനെ വിളിക്കുന്ന പേരാണ് നിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും ഹെക്സഗണൽ നിപ്പിൾ അവൈലബിൾ ആണ്. ഹെക്സഗണൽ നിപ്പിളിന്റെ പ്രത്യേകത സെന്ററിൽ എന്തുണ്ടാവും? ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ടൈറ്റ് ചെയ്യാനും സ്പാനേഴ്സിന്റെ സഹായത്തോടുകൂടി ടൈറ്റ് ചെയ്യാനും അതുപോലെ ലൂസ് ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ടാവും അല്ലെ. സോ അതുപോലെ തന്നെ ക്ലോസ് നിപ്പിൾ, ഷോർട്ട് നിപ്പിൾ, ലോങ് നിപ്പിൾ ഉണ്ട് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. നെക്സ്റ്റ് ബെൻഡ് ആണ്. അപ്പോൾ ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീവിയേഷന് വേണ്ടിയിട്ടാണ് ബെൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ സിമിലർ ടു എൽബോയുടെ സിമിലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ബെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ
എൽബോയെക്കാട്ടിലും കുറച്ചുകൂടി ലാർജർ റേഡിയസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ബെൻഡിനുണ്ടാവുക. എൽബോയുടെ കേസിൽ നമ്മൾ പറഞ്ഞു 1 ടൈംസ് എന്താണ് ഡയമീറ്റർ ആയിരുന്നു വേണ്ടത്. അവിടെ മാക്സിമം 1 to അല്ലെങ്കിൽ 1 to 1.5 ടൈംസ് ആണ് അതിന്റെ ഡയമീറ്റർ, ദാറ്റ് ഈസ് നോമിനൽ ബോർഡിന്റെ ഡയമെൻഷനിലാണ് റേഡിയസ് വരുന്നുണ്ടാവുക അല്ലെ. അതായത് 1 to 1.5 അല്ലെങ്കിൽ 1 to 2 ടൈംസ് ആണ് നമുക്ക് ആ ഒരു റേഡിയസ് വരുന്നുണ്ടാവുക, ഓടി അല്ലെ. 1 to 2 ടൈംസ് ആ ഒരു നോമിനൽ ബോർഡ് ഡയമീറ്റർ ആണ് നമ്മളുടെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അതിലും കൂടുതൽ അല്ലെ, മെയിനായിട്ട് 2 to അല്ലെങ്കിൽ 2 to 3 ടൈംസ് അല്ലെങ്കിൽ അതിന് ഇരട്ടിയായിട്ടുള്ള ഡയമീറ്ററുകളൊക്കെയാണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ വലിയ റേഡിയസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ബെൻഡ് എന്ന് പറയുന്നത്. സോ ബെൻഡ് ഹാസ് എ ലാർജർ റേഡിയസ് ദാൻ എൽബോ. എൽബോയിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ റേഡിയസ് ആണ് ബെൻഡിന് ഉണ്ടാവുക. ഓക്കെ, elbow generally have a radius of curvature between 1 to twice the diameter of the pipe. അല്ലെ, അത്തരത്തിൽ 1 to twice അല്ലെങ്കിൽ 1 to 1.5 റേഞ്ച് അല്ലെങ്കിൽ 1 to twice ആണ് സാധാരണഗതിയിൽ നമുക്ക് ആ ഒരു റേഡിയസിന്റെ ആ ഒരു കർവേച്ചർ വരുന്നുണ്ടാവുക. എന്നാൽ ബെൻഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ ട്വൈസ് ദ ഡയമീറ്റർ അല്ലെ, അത്തരത്തിൽ ഇരട്ടി അല്ലെങ്കിൽ രണ്ട് മടങ്ങിന് മുകളിലേക്കൊക്കെ നമ്മൾ ആ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൻഡ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ബെൻഡ് ഹാവ് എ റേഡിയസ് ഓഫ് കർവേച്ചർ മോർ ദാൻ ട്വൈസ് ദ ഡയമീറ്റർ. So pipe fittings to change the direction with the long radius at right angle. ഇത്തരത്തിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് 90 ഡിഗ്രി ഒക്കെ നമുക്ക് 90 ഡിഗ്രി ബെൻഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിൽ 90 ഡിഗ്രി ഒക്കെ ബെൻഡ് ചെയ്യണം, വളരെ വലിയ റേഡിയസിലൊക്കെ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീവിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡ് യൂസ് ചെയ്യുന്നു. അതുപോലെ ചെറിയ ഡയമെൻഷനിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൽബോ യൂസ് ചെയ്യാൻ സാധിക്കും. സോ പ്രധാനപ്പെട്ട പൈപ്പ് ഫിറ്റിംഗ്സും അതിന്റെ സിമ്പിൾസുമാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ ബെൻഡ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്? സോ ഇത്തരത്തിലുള്ള രീതിയിലാണ് ബെൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ എൽബോ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ആണ് എൽബോ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ബെൻഡ് 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, ബെൻഡ് 45 ഡിഗ്രി. ക്രോസ് നമ്മൾ കണ്ടു അല്ലെ, ഇത്തരത്തിൽ 4 ഭാഗത്തേക്ക് അല്ലെങ്കിൽ ടി വിത്ത് ബാക്ക് അല്ലെ, ബാക്ക് ഓപ്പൺ, അതാണ് നമ്മളുടെ ആ ഒരു ക്രോസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ നമ്മുടെ കുരിശ് പോലെ വരച്ചിട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിൽ സ്ക്രൂ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എൽബോ ആണെന്നുണ്ടെങ്കിൽ, എൽബോ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ 90 ഡിഗ്രി വരയ്ക്കുക, ജസ്റ്റ് അതിന് സ്ക്രൂ ടൈപ്പ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എൽബോ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് 45 ഡിഗ്രി എൽബോ റെപ്രസെന്റ് ചെയ്യുന്നത്. ടി നമുക്കറിയാം ഇത്തരത്തിൽ ടി ഇൻവേർട്ടഡ് ടി എഴുതുക, ദാറ്റ് ഈസ് ഇവിടെ സ്ക്രൂ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പല്. അതുപോലെ തന്നെ റെഡ്യൂസർ കോൺസെൻട്രിക് അല്ലെ, ഇത്തരത്തിൽ റെഡ്യൂസർ കോൺസെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. യൂണിയൻ ജോയിന്റ് നമുക്ക് എങ്ങനെയായിരുന്നു, ഇത്തരത്തിൽ യൂണിയൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ, യൂണിയൻ ജോയിന്റ് റെപ്രസെന്റ് ചെയ്തു. പ്ലഗ് അല്ലെങ്കിൽ ക്യാപ്പ് ഇത്തരത്തിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്രയാംഗിൾ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. ജോയിന്റ് അല്ലെങ്കിൽ സോക്കറ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, ഇത്തരത്തിൽ ജസ്റ്റ് എന്താണ് ജോയിന്റ് അല്ലെങ്കിൽ സോക്കറ്റ് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സിമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്, നമ്മൾ അതിൽ കുറച്ച് പോയിന്റുകൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ്ഡ് ടു കണക്ട് 3 പൈപ്സ് അറ്റ് ഡീവിയേഷൻ ഓഫ് 90 ഡിഗ്രി അല്ലെ, ഒരു പൈപ്പ് ഫിറ്റിംഗ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ്ഡ് ടു കണക്ട് 3 പൈപ്സ് അറ്റ് ഡീവിയേഷൻ ഓഫ് 90 ഡിഗ്രി അല്ലെ, 90 ഡിഗ്രി ഡീവിയേഷനോട് കൂടി നമുക്ക് 3 പൈപ്പുകൾ 90 ഡിഗ്രി ഡീവിയേഷനോട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ക്രോസ്, ഓപ്ഷൻ ഡി യൂണിയൻ എൽബോ, ഓപ്ഷൻ സി ടി ബ്രാഞ്ച്, ഓപ്ഷൻ ഡി 3-way എൽബോ. നമുക്കറിയാം ക്രോസ് എന്ന് പറയുന്നത് നമുക്കറിയാം 4 അല്ലെ, ഇത്തരത്തിൽ 4 ഓപ്പണിംഗ് ഉള്ളതാണ് ക്രോസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ആയിട്ട് 4 ഓപ്പണിംഗ് കാണാൻ സാധിക്കും. യൂണിയൻ എൽബോ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽബോയുടെ ഒരു എൻഡില് യൂണിയൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. ടി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ നമുക്ക് എന്താണ് 90 ഡിഗ്രി ഒക്കെ ബ്രാഞ്ച് ചെയ്ത് പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ടി ബ്രാഞ്ച് യൂസ് ചെയ്യുന്നത്. ഇവിടെ 3-way എൽബോയിലാണ് നമുക്കറിയാം ഇത്തരത്തിൽ 3 പൈപ്പുകൾ 90 ഡിഗ്രി ആയിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഇവിടെ നോക്കേ, ഇതാണ് നമ്മുടെ 3-way എൽബോ എന്ന് പറയുന്നത് അല്ലെ, 3-way എൽബോ എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ക്രോസ് എന്ന് പറയുന്നു, ഇതാണ് നമ്മുടെ യൂണിയൻ എൽബോ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ടി ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആണല്ലോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ്ഡ് ടു കണക്ട് പൈപ്പ് ലൈൻസ് ഫോർ ഈസി ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിപ്പയർ അല്ലെ, ഈസി ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിപ്പയറിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ് ഏതാണ്? ഓപ്ഷൻ എ ഓഫ്സെറ്റ്, ഓപ്ഷൻ ബി ബെൻഡ്, ഓപ്ഷൻ സി ക്യാപ്പ്, ഓപ്ഷൻ ഡി യൂണിയൻ. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈസി ഡിസ്മാൻഡ്ലിങ്ങിനോ അല്ലെങ്കിൽ ചെറിയ അലൈൻമെന്റിനകത്ത് വേരിയേഷൻ ഒക്കെ ഉള്ള രീതിയിൽ സമയത്തൊക്കെ നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള യൂണിയനുകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, ഓപ്ഷൻ ഡി യൂണിയൻ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ബെൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് യൂണിയൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ക്യാപ്പ് ആണ്. സോ ഈ കൊടുത്തിരിക്കുന്നതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പൈപ്പ്
അതിന്റെ അലൈൻമെന്റ് ഓഫ്സെറ്റ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. മറ്റു ചോദ്യം, ഐഡന്റിഫൈ ദ പൈപ്പ് ഫിറ്റിംഗ് സിമ്പിൾ ഗിവൺ ബിലോ. ഈ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഏതാണ്? നമുക്കറിയാം ഇൻവേർട്ടഡ് ട്രയാംഗിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ ഓഫ്സെറ്റ്, ഓപ്ഷൻ ബി ബെൻഡ്, ഓപ്ഷൻ സി ക്യാപ്പ്, ഓപ്ഷൻ ഡി ക്യാപ്പ് ഓർ പ്ലഗ്. നമുക്ക് ഇവിടെ എന്താണ് ക്യാപ്പ് ഓർ പ്ലഗ് ആണ് നമ്മളുടെ ആ ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ക്യാപ്പ് ഓർ പ്ലഗ് ആണ് നമ്മുടെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം, ഷോർട്ട് റേഡിയസ് എൽബോസ് ഹാവ് എ റേഡിയസ് ഈക്വൽ ടു. ഷോർട്ട് റേഡിയസ് എൽബോ ഹാവ് എ റേഡിയസ് ഈക്വൽ ടു. ഷോർട്ട് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 ടൈംസ് ബോർ ഡയമീറ്റർ ആണ്. 1 ടൈംസ് ബോർ ഡയമീറ്റർ ആണ് അതിന്റെ റേഡിയസ് കർവേച്ചർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ബോർ ഓഫ് പൈപ്പ്, ഓപ്ഷൻ ബി 1.5 ടൈംസ് ബോർ പൈപ്പ്, ഓപ്ഷൻ സി 2 ടൈംസ് ബോർ പൈപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ബോർ പൈപ്പ് അല്ലെ, ഈസ് ഈക്വൽ ടു ബോർ ഓഫ് ദ പൈപ്പ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ലോങ് റേഡിയസ് എൽബോയും ഉണ്ട്, ഷോർട്ട് റേഡിയസ് എൽബോയും ഉണ്ട്. ലോങ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടൈംസ് ദ ബോർ ഓഫ് ദ പൈപ്പ് ആണ് ലോങ് റേഡിയസ് എന്ന് പറയുന്നത്. ഷോർട്ട് റേഡിയസ് നമുക്കറിയാം ദാറ്റ് ഈസ് റേഡിയസ് ഈക്വൽ ടു ദ ബോർ ഓഫ് ദ പൈപ്പ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നിപ്പിൾ ഈസ് എ പീസ് ഓഫ് പൈപ്പ് ലെസ് ദാൻ ഡാഷ് സെന്റിമീറ്റർ ലെങ്ത് ത്രെഡ് ഓൺ ബോത്ത് എൻഡ് അല്ലേ. തരത്തിൽ രണ്ട് എൻഡും എന്താണ് ത്രെഡോട് കൂടിയിട്ടുള്ള, രണ്ടെണ്ടും ത്രെഡോട് കൂടിയിട്ടുള്ള എന്താണ് രണ്ടെണ്ടും ത്രെഡോട് കൂടിയിട്ടുള്ള ഒരു എന്താണ് പൈപ്പിന്റെ പീസ് ആണെന്ന് അറിയാം. അതിന്റെ മാക്സിമം എത്ര സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക? നമുക്കറിയാം ഓപ്ഷൻ എ 30 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 3 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 300 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 40 സെന്റിമീറ്റർ. എത്രയാണ് ഉത്തരം വരിക? ഓപ്ഷൻ എ 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഫീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ 1 ഫീറ്റ് നമുക്ക് പറയാം അല്ലെ. സോ 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പിന്റെ പീസാണ്. അതിന്റെ രണ്ടെൻഡിലും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്തുണ്ടാകും? ത്രെഡഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട, ദാറ്റ് ഈസ് പൈപ്പ് ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വരുന്ന ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. നന്ദി, നമസ്കാരം.